ടേസ്റ്റ് ഹോമിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് കൂട്ടുകാരെ, നമുക്കിന്നൊരു വെള്ളയപ്പം ഉണ്ടാക്കാം. അതിനുവേണ്ടി 2 ഗ്ലാസ് പച്ചരി എടുത്ത് നന്നായി വൃത്തിയാക്കി കഴുകി വാരി കുതിരാനിടുക. 4 മണിക്കൂർ കുതിർന്ന പച്ചരി 4 സ്പൂൺ ചോറും കൂടെ ചേർത്ത് നന്നായി അരച്ചെടുക്കാം. അരച്ചെടുത്ത മാവിലേക്ക് ഒരു അരമുറി തേങ്ങയും 2 സ്പൂൺ പഞ്ചസാരയും ആവശ്യത്തിന് ഉപ്പും ഒരു നുള്ളു സോഡാപ്പൊടിയും ചേർത്ത് നന്നായി അരച്ചെടുക്കാം. അരച്ചെടുത്ത മാവ് നന്നായി മിക്സ് ചെയ്ത് ഒരു 6 മണിക്കൂർ പൊങ്ങാൻ വേണ്ടി റെസ്റ്റ് എടുക്കാൻ വെക്കാം. 6 മണിക്കൂർ കഴിയുമ്പോൾ മാവ് നന്നായി ചുടാൻ കണക്കിന് പൊന്തി റെഡിയായി വന്നിട്ടുണ്ടാകും. നമുക്കപ്പോൾ അത് ഒന്നുകൂടെ നന്നായി മിക്സ് ചെയ്ത് ഉപ്പൊക്കെ നോക്കി ചട്ടി ചൂടായി വരുമ്പോൾ അതിലേക്ക് ഓരോ തവി മാവ് വീതം ഒഴിച്ച് നന്നായി ചുറ്റിച്ച് വേവിച്ചെടുക്കാം. നമ്മൾ പഞ്ചസാര കൂട്ടി ചേർത്ത് അരച്ചെടുക്കുന്നതുകൊണ്ട് ഇതിന് കറിയില്ലെങ്കിലും കഴിക്കാൻ വളരെ സ്വാദുള്ളതാണ്. മാവ് റെഡിയാക്കുമ്പോൾ തലേദിവസം അരിയും ചോറും അരച്ച് വെച്ചത് പുളിച്ച് വരുമ്പോൾ നേരം വെളുക്കുമ്പോൾ തേങ്ങാപ്പാൽ ചേർത്ത് ഇളക്കി ചുട്ടാലും നല്ല രുചിയായിരിക്കും. കട്ടിയുള്ള മാവായിരിക്കണം അരച്ച് വെക്കുന്നത്. ചുട്ടെടുത്ത അപ്പം നമുക്ക് ചൂടുപാത്രത്തിൽ വെച്ച് അടച്ച് മൂടി വയ്ക്കാം. ഇതിന് കൂട്ടത്തിൽ കഴിക്കാനായിട്ട് ഒരു കറി കൂടി നമുക്ക് ഇപ്പോൾ തയ്യാറാക്കാം. അതിനായി തലേദിവസം കുതിർത്ത് വെച്ച ഗ്രീൻ പീസിനോട് കൂടെ ഒരു സവോളയും ഒരു ഉരുളക്കിഴങ്ങും 3-4 അള്ളി വെളുത്തുള്ളിയും 2 പച്ചമുളകും ചേർത്ത് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച് ഒരു കുക്കറിനകത്ത് അടച്ച് നമുക്ക് അത് വേകാനായി വെക്കാം. അടച്ചു വെച്ച കുക്കർ ഒരു വിസിൽ വന്നു കഴിയുമ്പോൾ തീ കുറച്ചിട്ട് ഒരു 15 മിനിറ്റ് വേകുമ്പോഴത്തേക്കും നന്നായി അത് വെന്തിട്ടുണ്ടാവും. കുക്കർ വിസിൽ താഴ്ന്നു കഴിയുമ്പോൾ നമുക്ക് ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിനുള്ള എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായി ചൂടായി കഴിയുമ്പോൾ 1/2 സ്പൂൺ കടുക്, ഒരു സവോള, ആവശ്യത്തിന് കരിയാപ്പില കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കാം. സവോളയും കരിയാപ്പിലയും ഒക്കെ വഴന്നു വരുമ്പോൾ ഇടത്തരം വലിപ്പമുള്ള ഒരു തക്കാളി ചെറുതായി അരിഞ്ഞ് അതിലേക്കിട്ട് അതും കൂടെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. തക്കാളി നന്നായി വെന്ത് ഉടയണം, എങ്കിൽ അത് നമ്മുടെ കറിക്ക് നല്ല ടേസ്റ്റായി വരികയുള്ളൂ. തക്കാളി ഉടഞ്ഞു കഴിയുമ്പോൾ അതിലേക്ക് ഒരു 1/2 സ്പൂൺ ഗരം മസാല പൊടി കൂടെ ചേർത്ത് നന്നായി വഴറ്റിയെടുക്കുക. വെന്ത ഗ്രീൻ പീസിലേക്ക് അരമുറി തേങ്ങയുടെ പാൽ കൂടി ഒഴിച്ച് നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന തക്കാളിയുടെ മിശ്രിതമുള്ള ചട്ടിയിലേക്ക് ഈ കറി കൂടി നമുക്ക് ഒഴിച്ച് നന്നായി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ രുചികരമായ ഒരു ഗ്രീൻ പീസ് വെജിറ്റബിൾ കറി റെഡി ആയിട്ടുണ്ട്. ഈ ഗ്രീൻ പീസ് കറി അപ്പത്തിനും പുട്ടിനും ദോശയ്ക്കും എല്ലാത്തിനും കഴിക്കാൻ വളരെ നല്ലതാണ്, വളരെ ടേസ്റ്റിയുമാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.